അതിരപ്പിള്ളി വെറ്റിലപ്പാറ ഏഴാറ്റുമുഖത്ത് അവശനിലയിൽ കണ്ടെത്തിയ കാട്ടുകൊമ്പന്റെ ആരോഗ്യസ്ഥിതി നിലവിൽ തൃപ്തികരമെന്ന് മെഡിക്കൽ സംഘം. ചെവിയുടെയും തുമ്പിക്കൈയുടെയും ചലനങ്ങളെ സ്വാഭാവിക നിലയിലാണെന്നാണ് കോടനാട് നിന്നെത്തിയ മെഡിക്കൽ സംഘം വിലയിരുത്തിയത്. അതേസമയം ആന കാടുകയറിയതിനാൽ ചികിത്സാ സംഘം കോടനാട്ടേക്ക് മടങ്ങി. ആന കാടിറങ്ങിയാൽ വീണ്ടും മെഡിക്കൽ സംഘം എത്തി ചികിത്സാ ശ്രമങ്ങൾ പുനരാരംഭിക്കും. കഴിഞ്ഞ ദിവസമാണ് അതിരപ്പള്ളി എണ്ണപ്പനത്തോട്ടത്തിൽ കാട്ടുകൊമ്പനെ അവശനിലയിൽ കണ്ടെത്തിയത്. ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിപ്പേരുള്ള കാട്ടുകൊമ്പനെയാണ് അവശനിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാർ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും കോടനാട്ടിൽ നിന്നും വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ചികിത്സാ സംഘം അതിരപ്പള്ളിയിൽ എത്തുകയുമായിരുന്നു. ആനയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് വിലയിരുത്തിയ സംഘം ചികിത്സാ ശ്രമം ആരംഭിച്ചു. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതിനായി വെള്ളം കുടിപ്പിക്കാൻ ആനയെ സമീപത്തെ പുഴയിലേക്ക് ഓടിക്കാനുള്ള വനവകുപ്പിന്റെ നീക്കം വിജയം കണ്ടില്ല. മരുന്ന് കൊടുക്കാനുള്ള നീക്കവും പരാജയപ്പെട്ടു. വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഓടിച്ചതോടെ ആന കാടുകയറുകയായിരുന്നു. മരുന്ന് നൽകുന്നതിന് മുന്നോടിയായി ശർക്കര ഇട്ടുകൊടുത്തെങ്കിലും ആന കഴിച്ചില്ല. ഇതോടെ ശ്രമം താൽക്കാലികമായി അവസാനിപ്പിച്ച സംഘം കോടനാട്ടേക്ക് മടങ്ങി. വീണ്ടും ആന കാടിറങ്ങിയാൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ചികിത്സാ സംഘത്തെ വിവരമറിയിക്കും. തുടർന്ന് ചികിത്സാ സംഘം വീണ്ടും ചികിത്സ പുനരാരംഭിക്കും. ജനവാസ മേഖലയിൽ ഗണപതി എത്തുകയും കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും പതിവാണ്. അമൃത ന്യൂസ്, തൃശൂർ.